ദൈവഹിതപ്രകാരമല്ലാത്ത ലോകത്തിന്റെ ദുഃഖമാണെങ്കിൽ that produces death. അല്ലേ? അതാണ് യൂദയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ഞാൻ ചെയ്ത കാര്യം, എൻ്റെ തെറ്റ് കാരണം ദൈവത്തിന് ദുഃഖം ഉണ്ടായി. ഐ ഹാവ് ഒഫൻഡഡ് ഗോഡ്. ഞാൻ ദൈവത്തോടാണ് തെറ്റ് ചെയ്തത്. ദൈവത്തിന് വിഷമമായല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമായി. ദാറ്റ് ഈസ് ഗോഡ്ലി സോറോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം നാം ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരുക്കത്തോടെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ തിരുമേശയുണ്ട്. നാം ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്ന സബ്ജക്റ്റ് റിപ്പൻറ്റൻസ് എന്ന ഒരു വിഷയമാണ്. മാനസാന്തരം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ന്യൂ ദാറ്റ് വെരി വെൽ. കഴിഞ്ഞ ആഴ്ചയിലുള്ളതിനേക്കാളും 10-20 ആൾക്കാർ ഇന്ന് കുറവാണ്. കാരണം ഇതൊന്നും അധികം ആൾക്കാർക്ക് അധികം ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ല. നമ്മൾ ഈ സഭ വലുതാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകളൊന്നും പറയാൻ പാടില്ല ചർച്ചിൽ. ഇന്നത്തെ മെസ്സേജ് കഴിയുമ്പോൾ എനിക്കൊന്നും ഒരു 10-20 പേരോടെ കുറയാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ. കാരണം അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ താനിങ്ങനെ എഫേസോസിലെ സഭയോട് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ആലോചനകൾ ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ വന്നോ വന്നില്ലയോ, വീട്ടിലിരുന്ന് ചർച്ച വരാവുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് വേണ്ടി കൂടാണ് ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദിസ് ഈസ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. ആമേൻ. ഇത് ദൈവത്തിൻ്റെ ആലോചന, അരുളപ്പാട്, ഇത് മുഴുവനായിട്ട് പറയും. ആമേൻ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ഡിസ്കഷൻ ടോപ്പിക്ക് ഗ്രൂപ്പിലിട്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി ആ ടോപ്പിക്ക്? എനിക്ക് കുറേ മെസ്സേജ് കിട്ടി, ഡിസ്കസ് ദ ടോപ്പിക്, ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. എത്ര പേർക്ക് അത് മനസ്സിലായി? അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊരു ഇച്ചിരി സമയം നിങ്ങൾക്ക് തരാം. എല്ലാ സെൽ ലീഡേഴ്സും ഇവിടെ വന്ന് 1 മിനിറ്റ് നേരം കൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എല്ലാ സെൽ ലീഡേഴ്സും. ഓക്കെ? 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ഞാനിത് ഇന്നലെ വൈകിട്ട് മെസ്സേജ് ഇടാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ ചിന്തിച്ചു ഇതിട്ട് ഞാൻ ഇന്ന് പകുതി പേര് ചർച്ച കാണത്തില്ല. അതുകൊണ്ടാണ് ഷോർട്ട് നോട്ടീസ്. ക്ഷമിക്കണം. ഒരു അരമണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം. എല്ലാവരും നിങ്ങൾ ചിന്തിച്ച കാര്യം തന്നെയല്ലേ, എന്തായാലും കഴിഞ്ഞ ആഴ്ച ബ്ലെസ്സിങ് ആയിട്ടൊക്കെ ചിന്തിച്ച കാര്യമാണല്ലോ. അപ്പോൾ അത് വന്നൊന്ന് സംക്ഷിപ്തമായിട്ട് ഇവിടെ 1 മിനിറ്റിൽ എന്താണ് നിങ്ങൾക്കത് ഇത് മനസ്സിലായത്, എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തത് എന്നൊന്ന് നിങ്ങളുടെ ആകെ മൊത്തം ഗ്രൂപ്പ് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് ഒന്ന് പറയണം. ഓക്കെ? സോ യു ഹാവ് ലൈക്ക് 15-20 മിനിറ്റ്സ് ഫ്രം നൗ. ഓക്കെ? അതുവരെ ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? മാനസാന്തരപ്പെടണം. പിന്നെ സെൽ ലീഡേഴ്സ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിൻ്റെ സബ് ലീഡറായിരിക്കും വന്ന് പറയേണ്ടത്. ഓക്കെ? അപ്പോൾ നമ്മൾ എല്ലാവരുടെ ശ്രദ്ധ പോയി. എല്ലാവരും വന്ന് തിരിച്ചു വാ. സെൽ ലീഡേഴ്സ് ചിന്തിച്ചോളും, ബാക്കി എല്ലാവരും തിരിച്ചു വാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മാനസാന്തരം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരം എത്ര പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം,
മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ആദ്യമായിട്ട് കർത്താവ് പറഞ്ഞതാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ, റിപ്പന്റ്. റൈറ്റ്? യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. യോഹന്നാൻ സ്നാപകനാണ് ദൂതൻ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. യോഹന്നാൻ സ്നാപകൻ്റെ മെസ്സേജ് എന്തായിരുന്നു? റിപ്പന്റ്, മാനസാന്തരപ്പെടുവിൻ. ആമേൻ. അപ്പോസ്തലന്മാരെല്ലാം പ്രസംഗിക്കുന്നത് ഈ മാനസാന്തരത്തെക്കുറിച്ചാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 20-21. ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ഞാൻ ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുവിനുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും എല്ലാവരോടും, അല്ലേ, യഹൂദന്മാരോടും ജാതികളോടും ഞാൻ സാക്ഷീകരിച്ചു. ഇനി അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? 26-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, 26:20. ആദ്യം ദമാസ്കസിലും യെരുശലേമിലും യഹൂദദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ആമേൻ. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അപ്പോൾ അപ്പോസ്തലൻ പൗലോസിന്റെ പ്രസംഗം മുഴുവൻ എന്താ? മാനസാന്തരപ്പെടണം. എവിടെ പോയാലും പുള്ളി പ്രസംഗിക്കുന്നത് ദമസ്കോസിലായാലും ജെറുസലേമിലായാലും യഹൂദയിലായാലും ജാതികളുടെ ഇടയിലായാലും തനിക്ക് പ്രസംഗിക്കാനുള്ള വിഷയം എന്നേ ഉള്ളൂ, മാനസാന്തരം. ആമേൻ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-3 അധ്യായങ്ങളിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ലേഖനങ്ങൾ വായിക്കുന്നുണ്ട്. 7 സഭകൾക്കുള്ള ലേഖനങ്ങൾ, അല്ലേ? എഫേസസിലെ സഭയ്ക്ക്, സ്മിർനയിലെ സഭയ്ക്ക്, പെർഗമോസിലെ സഭയ്ക്ക്, തുയത്തീരിലെ സഭയ്ക്ക്, അതുപോലെ സർദിസിലെ സഭയ്ക്ക്, ഫിലദൽഫിയയിലെ സഭയ്ക്ക്, ലാവോദിക്കിയ സഭയ്ക്ക്, 7 സഭകൾക്ക് താൻ യേശുക്രിസ്തു ലേഖനം അയക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദി എപ്പിസിൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ 7 സഭകളിൽ 5 സഭകളോടും പറയുകയാണ് മാനസാന്തരപ്പെടണം. ആമേൻ. ഇത് രക്ഷിക്കപ്പെടാത്തവരോടുള്ള മെസ്സേജ് അല്ല. ഇത് യേശുക്രിസ്തു സഭകൾക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്. എഫെസോസിലെ സഭയിൽ പറയുകയാണ്. അതിന് 2-ാം അധ്യായം, എനിക്ക് തോന്നുന്നു 5-ാമത്തെ വാക്യമാണോ, ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആമേൻ. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ആമേൻ. ഇതാരോടാണെന്നറിയാമോ? എഫെസോസിലെ സഭയ്ക്ക് എഴുതുന്ന ഏറ്റവും നല്ല സഭയെന്ന് പേരെടുത്ത എഫെസോസിലെ സഭയ്ക്ക് എഴുതുകയാണ്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വന്ന് നിന്റെ നിലവിളക്കെടുത്ത് മാറ്റും. ആമേൻ. ഇത് പൗലോസ് പറഞ്ഞതല്ല, പത്രോസ് പറഞ്ഞതല്ല, യോഹന്നാൻ പറഞ്ഞതല്ല, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞതാണ്. ഇഫ് യു ഡോണ്ട് റിപ്പന്റ്, ഐ ആം ഗോയിങ് ടു റിമൂവ് യുവർ ലാംപ് സ്റ്റാൻഡ്. ആമേൻ. ഡു യു സീ ഹൗ സീരിയസ് ഇറ്റ് ഇസ്? അപ്പോൾ എനിക്ക് മാനസാന്തരം വേണ്ട, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ യു ആർ റോങ്. യു നീഡ് ടു റിപ്പന്റ്. യു നീഡ് ടു റിപ്പന്റ്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, അല്ലേ? മാനസാന്തരപ്പെടണം. നിങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിയണം. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം. You read the Bible from cover to cover. This is the message of the Bible. Repent and turn to God. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുക. എന്താണ് മാനസാന്തരം? പെട്ട വ്യക്തി, മാനസാന്തരപ്പെടാത്ത വ്യക്തി തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അല്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും എന്ന് പറയുന്ന വ്യക്തിക്ക് മാനസാന്തരം ഇല്ല. ആമേൻ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ
ദൈവത്തിന് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന വ്യക്തി, എന്ന് പറയുന്ന വ്യക്തി, അതിനനുസരിച്ച് നടക്കുന്ന വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ചാണ് മാനസാന്തരപ്പെട്ടവൻ എന്ന് വിളിക്കുന്നത്. ആമേൻ. അവനാണ് യഥാർത്ഥ മാനസാന്തരം ഉള്ള വ്യക്തി. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ട് എന്തിനാണ് യോഹന്നാൻ സ്നാപകൻ എല്ലാ കുന്നും നിരപ്പാകണം, എല്ലാ മരുഭൂമിയിൽ പെരുവഴി ഒരുക്കണം, അതിനു വേണ്ടിയിട്ടാണ് യോഹന്നാൻ സ്നാപകൻ അയച്ചത് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഈ കുന്ന് നിരപ്പാകണം, വഴി നിരപ്പാകണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താ അതിൻ്റെ അർത്ഥം? ബേസിക്കലി മാനസാന്തരം വരണം. ആമേൻ. ജനത്തിൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയണം. യേശുക്രിസ്തുവിന് കടന്നു വരാനൊരു മാർഗം ഒരുക്കണം. അതാ യോഹന്നാൻ സ്നാപകൻ ചെയ്തത്. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിങ്കിൽ യോഹന്നാൻ സ്നാപകൻ കർത്താവിന് മുമ്പായി ഒരു ദൂതനായി കടന്നു വന്നു. നമുക്കറിയാം, മലാക്കി പ്രവചനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഏലിയ പ്രവാചകനെ നിനക്ക് മുമ്പായി അയക്കും. എൻ്റെ ദാസൻ വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകൻ വരും. പക്ഷെ നമുക്കറിയാം, വന്നത് ഏലിയ പ്രവാചകനല്ല. ആരാ വന്നത്? യോഹന്നാൻ സ്നാപകനാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ പഴയ നിയമത്തിലുള്ള കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവചനങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ പലപ്പോഴും അത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും ഒക്കെ ചേർത്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഐസയ 40 3, 4, 5 വാക്യങ്ങൾ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഹോവയുടെ മഹത്വം വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? എല്ലാ കുന്നുകളും താണു വരണം, എല്ലാ താഴ്വരകളും ഉയർന്നു വരണം. ആമേൻ. ഒരു വഴി ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. വി ഹാവ് ദി ഇയർ ഓഫ് ഗ്ലോറി അല്ലേ? യഹോവയുടെ മഹത്വം വെളിപ്പെടാൻ എന്ത് വേണം? There has to be a true repentance. ആമേൻ. ഒരു യഥാർത്ഥ മാനസാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ പറയുന്നു, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ആമേൻ. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ചോദ്യം, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിൽ സകല ജഡവും ഒരുപോലെ അത് കണ്ടോ? സകല ജഡവും ഒരുപോലെ കണ്ടോ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ്? ഇല്ല അല്ലേ? അപ്പൊ ഇനി എപ്പോഴാണ് കാണാൻ പോകുന്നത്? എപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ വരവ് സകല ജഡം ഒരുപോലെ കാണാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകം 1:7 എന്ന് വായിച്ചേ. വെളിപ്പാട് 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ആമേൻ. അപ്പൊ എല്ലാവരും അവനെ കാണും എന്ന് പറയുന്നത് എപ്പോഴത്തെ, ഏത് വരവിന്റെ കാര്യമാണ്? ഇനി വരാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. ആമേൻ. അപ്പൊ ഈ രണ്ടാമത്തെ വരവിന് മുമ്പ് there has to be a messenger. ഒന്നാമത്തെ വരവിൽ യോഹന്നാൻ സ്നാപകനായിരുന്നെങ്കിൽ രണ്ടാമത്തെ വരവിൽ അത് there has to be somebody. Who's that? Amen. There has to be somebody in the second coming. Amen. മത്തായി സുവിശേഷം 17-ാം അധ്യായം 11-ാം അധ്യായം 1:16. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ.
അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുവന്ന് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഏലിയാവിന്റെ, ഇത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്, ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവോടും കൂടെ നടക്കും അല്ലേ? മലാക്കി 4:5-6 പറയുന്നുണ്ട്, ഞാൻ ഏലിയ പ്രവാചകനെ അവർക്ക് മുമ്പായി, അവന് മുമ്പായിട്ട് അയക്കും. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുകയാണ്, അവൻ ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവോടും കൂടെ നടക്കും. ആമേൻ. അപ്പോ ഈ വരവിന് മുമ്പായിട്ട് അയക്കപ്പെടുന്ന ദൂതന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ നടക്കുന്നത് ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവോടും കൂടെയാണ് നടക്കാൻ പോകുന്നത്. ആമേൻ. ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം, എലൈജ എന്ന വാക്ക് ആക്ച്വലി 2 പദങ്ങളാണ്. ഒന്ന് എൽ യാ. എൽ എന്ന് പറഞ്ഞാൽ എല്ലിന്റെ യഥാർത്ഥ അർത്ഥം ഗോഡ് എന്നാണ്. യാ എന്ന് പറഞ്ഞാൽ അത് യഹോവയുടെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നിങ്ങൾ കോൺകോർഡൻസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അർത്ഥം ഗോഡ് ഓഫ് ജഹോവ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ എല്ലിന് വേറൊരു അർത്ഥം കൊണ്ടുണ്ട്. എൽ ഓൾസോ മീൻസ് സ്ട്രെങ്ത്, മൈറ്റ്, പവർ. ആമേൻ. അപ്പോൾ ഏലിയാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് എ സ്ട്രെങ്ത് ഓഫ് ജഹോവ. ആമേൻ. യഹോവയുടെ ബലം, യഹോവയുടെ ശക്തി. ആമേൻ. ഹല്ലേലൂയ. അപ്പോ യോഹന്നാൻ സ്നാപകൻ വന്നത് യഹോവയുടെ ശക്തിയോടെ, യഹോവയുടെ ആത്മാവോടെ ഒരു ദൂതനെ യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിന് മുൻപായിട്ട് അയച്ചെങ്കിൽ, 2-ാമത്തെ വരവിന് മുൻപായിട്ട് അയക്കപ്പെടുന്ന ദൂതനും ഉള്ള പ്രത്യേകത, അവൻ യഹോവയുടെ ആത്മാവോടും ശക്തിയോടും ബലത്തോടും കൂടെ നടക്കുന്നവനായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാരാണെന്ന് യോവേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അവിടെ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഹല്ലേലൂയ. അപ്പൊ ആരാണ് ഈ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് അയക്കപ്പെടുന്ന 2-ാമത്തെ ദൂതൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട്, അനുസരണം കെട്ടവരെ ജ്ഞാനത്തിൻ്റെ ബോധത്തോടെ തിരിക്കാൻ കർത്താവിന് മുമ്പായിട്ട് അയക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മുമ്പായിട്ട് അയക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. This is God's plan. This is God's purpose. But are we truly repentant? നമുക്ക് ഈ യഥാർത്ഥ മാനസാന്തരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളെക്കുറിച്ച് കർത്താവിനത് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തുവിനോട് ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ തടവറയിൽ കിടക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ആളയച്ച് ചോദിച്ചു, നീ തന്നെയാണോ മശിഹ, അതോ ഞങ്ങൾ ഇനി വേറെ ആരുടെ കാത്തിരിക്കണോ? കർത്താവ് പറഞ്ഞു, നീ നടക്കുന്നതൊക്കെ ചെന്ന് അവനോട് പറയണം, പുള്ളി ഈ കാര്യം മനസ്സിലാക്കിക്കോളാം. അവൻ്റെ ദൂതന്മാർ പോയി കഴിഞ്ഞപ്പോൾ യേശു പുരുഷാരത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മരുഭൂമി പോയത്? എന്തിനാ മരുഭൂമി പോയത്? ഈ കാറ്റിനാൽ വലയുന്ന അവിടെ ഈ വലിയ പുല്ലുണ്ട്, അതിങ്ങനെ കാറ്റടിച്ച് ആടുന്നത് കാണാനാണോ പോയത്? ആമേൻ. അതോ നല്ല പട്ടുവസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്ന ആൾക്കാരെ കാണാനാണോ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ അരമനയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നിങ്ങളെന്തിനാ മരുഭൂമി പോയത്? ആരെ കാണാനാണ് പോയത്? ഒരു പ്രവാചകനെയാണോ? യേശുവിൻ്റെ സാക്ഷ്യം
പ്രവാചകനേക്കാൾ വലിയവനെ കാണാനാ പോയത്. ആമേൻ. ഈസ് ഗ്രേറ്റർ ദാൻ എ പ്രോഫറ്റ്. അല്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവനാ. ഇത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. ആമേൻ. എന്നാൽ യോഹന്നാന്റെ അടുത്ത് കുറെ ആൾക്കാരെ ഒന്ന് ചോദിച്ചു, നീ മസിഹയാണോ? യോഹന്നാൻ പറഞ്ഞു, ഞാനല്ല. നീ ഏലിയാവാണോ? കാരണം ഇവർക്കറിയാം ഇതിന് യേശുക്രിസ്തു വരുന്നതിനും മെസ്സിഹ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നടക്കണം. നീ ഏലിയാവാണോ? യോഹന്നാൻ പറഞ്ഞു, ഞാനല്ല. പിന്നെ നീ ആരാ? നീ ആ പ്രവാചകനാണോ? മോശയുടെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, നിന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും, നീ ആ പ്രവാചകനാണോ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനല്ല. പിന്നെ നീ ആരാ? പുള്ളി പറഞ്ഞു, മരുഭൂമിയിൽ കർത്താവിൻ്റെ വഴി നിരപ്പാക്കുവിനെന്ന് വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ആമേൻ. I am the voice that cries out in the wilderness. Amen. You are the voice that cries out in the wilderness. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് യഹോവയുടെ ആത്മാവാ, ബലത്തിൻ്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്. പക്ഷെ യോഹന്നാന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുക്രിസ്തു തന്നെ യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഇവൻ പ്രവാചകനെക്കാട്ടിലും വലിയ ഭയങ്കര സംഭവമാണ്. പക്ഷെ അവനോട് ചോദിച്ചാൽ അവൻ പറയും, അയ്യോ, ഐ എം ജസ്റ്റ് എ വോയിസ്. ആമേൻ. അപ്പോൾ ഒരു യഥാർത്ഥ പ്രവാചകൻ ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല, ഞാൻ വലിയ പ്രവാചകനാ, ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് ഇന്ന ആത്മാവാണെന്ന് പറയത്തില്ല. ആമേൻ. കാരണം യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, മരുഭൂമിയിൽ കർത്താവിൻ്റെ വഴി നിരപ്പാക്കുവിനെന്ന് വിളിച്ചു പറയുന്ന ശബ്ദം മാത്രമാണ് ഞാൻ. ആമേൻ. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, we have to be that voice that cries out in the wilderness. ആമേൻ. കാരണം നശിച്ചു പോകുന്ന ഒരു വലിയ ജനകോടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരെ മടക്കി കൊണ്ടുവരിക, ഇവരുടെ ഹൃദയത്തെ ദൈവത്തോട് തിരിക്കുക എന്നുള്ളത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ട്രൂ റിപ്പൻറ്റൻസ്? ആദ്യം നമ്മൾ മാനസാന്തരപ്പെടണമല്ലോ. യഥാർത്ഥ മാനസാന്തരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സെൽ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ ആ കുറിവാക്യം 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ദൈവത്തിന്റെ ദുഃഖമോ മരണത്തെ ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഇനി ആ സെൽ ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ മൈക്കൊന്ന് കൊടുത്തേ. നമുക്ക് വിൽ സ്റ്റാർട്ട് ഫ്രം ദ പ്യൂ. ബിനു ബ്രദർ പറഞ്ഞോ, ജസ്റ്റ് ഇൻ 1 minute, അണ്ടർ 1 minute. അതെ, റോമാലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അവസ്ഥ, അതായത് ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ എവിടെയൊക്കെ ദൂരെ പോയിരിക്കുന്നോ അതിനെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അനുസരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു അനുഭവമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടോ, മാനുഷികമായിട്ട് ചിന്തിക്കുമ്പം നമുക്ക് പലതും വിശുദ്ധി എന്ന് തോന്നും, ചിലത് അശുദ്ധി എന്ന് തോന്നും. എന്നാൽ അതിനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തിരുവെഴുത്തുകളിലൂടെ കണ്ട് അതിനെ തിരിച്ച് ആ ഒരു ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. വചനം കേൾക്കുമ്പോൾ നമുക്കൊരു മാനസാന്തരം അല്ലെ ഒരു ദുഃഖം ഉണ്ടാകാറുണ്ട്, സ്തോത്രം. എന്നാൽ അതിൽ നിന്ന് തിരിഞ്ഞ് കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ തിരിഞ്ഞു വന്നില്ലെങ്കിൽ അത് വീണ്ടും നമ്മെ നിത്യമായ ദുഃഖത്തിലേക്ക് നയിക്കും. നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടും.
അതാണ് കോറായിട്ട് എനിക്ക് മനസ്സിലായത്. Amen. Sebastian brother. Praise the Lord. നമ്മുടെ ഓരോ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ദൈവികമായ ദൈവം അനുവദിച്ചിട്ടുള്ള ദുഃഖം. ആ ദുഃഖം വരുമ്പോഴാണ് നമ്മൾ മാനസാന്തരത്തിലേക്ക് തിരിയാനിടയാകുന്നത്. അതുപോലെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള വിഷയത്തിൽ ദുഃഖമുണ്ടായാൽ അത് നമ്മൾക്ക് ടെൻഷനിലേക്കും മറ്റും നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം അത് നമുക്ക് വേണ്ടത് ദൈവികമായ ആ ദുഃഖം നമ്മളെ ഒരു പ്രിവിലേജായിട്ട് നമ്മളെടുത്ത് നമ്മൾ മാനസാന്തരപ്പെടുവാൻ ഇടയായിത്തീരും. ഓക്കെ, ടിനു ബ്രദർ. ഈ വാക്യത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യയിലുള്ള ആളുകൾ ഒരുപാട് അനുദപിക്കുന്നതായിട്ട് അവർ ചെയ്ത പാപങ്ങളെ ഓർത്ത് ഒരുപാട് അനുവദിക്കുന്നതായിട്ട് കണ്ടു. അപ്പം പൗലോസിന് സത്യത്തിൽ അതിൽ ദുഃഖത്തിനേക്കാൾ അധികം സന്തോഷമാണ് ഉണ്ടായത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അനുതാപം, അവർക്ക് ആ പാപത്തെക്കുറിച്ച് അവർ അനുദപിച്ചു, അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന ഒരു രക്ഷയിലേക്ക് അതാണ് യഥാർത്ഥ രക്ഷയെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഞങ്ങളുടെ സെൽ മീറ്റിങ്ങിൽ ഞങ്ങൾ 2 ഫാമിലീസേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങളും അവർ അനുതാപത്തിലേക്ക് കടന്നു വന്നതുമാണ് ചിന്തിച്ചത്. Amen. ജിൻസ് ബ്രദർ ഉണ്ടോ? ജിൻസ്, യാ. പ്രൈസ് ദി ലോർഡ്. ദൈവഹിത പ്രകാരമുള്ള മാനസാന്തരം എന്ന് പറയുന്നത് നമ്മളൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ, പ്രത്യേകമായിട്ട് മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിലെ 75-ാമത്തെ വാക്യത്തിലെ പത്രോസിനെ 3 പ്രാവശ്യം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ശേഷം നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുതാപം, അതായത് ദൈവം അനുവദിച്ചതാണത്. ആ അനുതാപം ഉണ്ടായതുകൊണ്ടാണ് പത്രോസിനിലൂടെ കർത്താവ് സഭയെ വളർത്തിയത്, സഭയെ പണിതത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും ദൈവഹിത പ്രകാരമുള്ളതാണെങ്കിൽ, നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും തെറ്റുകൾ, നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ അത് ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ, നമ്മൾ മാനസാന്തരത്തിലൂടെ വളരുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമ്മളെ സഹായിക്കണം. പിന്നെ കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പ്രസംഗത്തിലൂടെ പറഞ്ഞു, കർത്താവ് മിണ്ടാതിരുന്ന കള്ളൻ, അത് അനുതാപമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മളോട് പ്രത്യേകിച്ച് കർത്താവ് മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ അനുതാപമില്ലാത്തവരായിപ്പോൾ, പ്രത്യേകിച്ച് തോമസ് ബ്രദർ കഴിഞ്ഞ ആഴ്ചത്തെ പാസ്റ്ററിൻ്റെ മുഴുവൻ മെസ്സേജിലെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് അത് കൂടുതൽ സംസാരിക്കാനിടയായി. സാം ദൈവത്തിങ്കിലേക്ക് തിരിച്ച് വരുവാൻ, അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ ദൈവം ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. അത് മനസ്സിലാക്കി നാം അനുതാപപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരികയാണെങ്കിൽ അത് എന്നേക്കുമുള്ള ഒരു രക്ഷയ്ക്ക് കാരണമായി തീരും. എന്നാൽ നമ്മത് കാണാതെ പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ സാഹചര്യം മനസ്സിലാക്കാതെ മാനസാന്തരത്തിലേക്ക് വരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിത്യമായ ദുഃഖത്തിനും മരണത്തിനും കാരണമായി തീരും. Amen. സിൻസൺ. സെൽ മീറ്റിംഗ് കൂടിയില്ല, എത്ര നാളായി? രാജീവ്. പ്രൈസ് ദി ലോർഡ്. ആക്ച്വലി ഡിസ്കഷൻ ടോപ്പിക്കിൽ 2 കാര്യമായിരുന്നു. ഒന്നൊരു വാക്യം ഉണ്ടായിരുന്നു, ഈ വാക്യം. രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഈ വാക്യത്തെ തന്നെ 2ആയിട്ട് കണ്ടിട്ട്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം പറ്റാതെ മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അത് ബൈബിളിൽ നിന്നുള്ള എക്സാമ്പിൾ വെച്ച് ചിന്തിച്ചു. അതായത് നിനവേലെ ജനങ്ങളുടെ മാനസാന്തരം, പിന്നെ പത്രോസിൻ്റെ മാനസാന്തരം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചിന്തിച്ചു. രണ്ടാമത്തേത് ഇപ്പം നമുക്ക് യോന ചെയ്ത കാര്യം, ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. അപ്പം അങ്ങനെ യോനയുടെ യൂതയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചു.
പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്നാണ് ഒരു ലാസ്റ്റ് ഒരു ദൈവനാമത്തിൻ്റെ അല്ല ദൈവത്തിൻ്റെ നാമത്തെ അനുസരിക്കാനായി ഒരു മനസാന്തരം നമ്മൾ എന്നാണ് ഒരു ഡിസിഷൻ എടുത്തത്? അതൊരു ഡേറ്റ് പറയാനായിട്ടില്ലായിരുന്നു. ദിവസം പ്രതി മനസ്സ് പുതുക്കെ രൂപാന്തരപ്പെടുക എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചു. നീരജ്. മാനസാന്തരം എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയായിരുന്നു. രക്ഷിക്കപ്പെട്ട കാലത്ത് ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ സൂക്ഷിച്ചു വെച്ചത് നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതാണ് മാനസാന്തരം. ഇത് ദിവസേന ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു പൊതുവെയുള്ളൊരു ഡിസ്കഷൻ വന്നു. പക്ഷേ ഇന്നത്തെ ലൈഫിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു അവസരം ഇപ്പോൾ കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർക്കാറില്ല എന്നുള്ളൊരു ആത്മാർത്ഥമായ ഉത്തരവാണ് എല്ലാവരും തന്നത്. ബോബിയുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മഹേഷ് ബ്രദർ നടത്തിയ പുള്ളി ഇന്ന് വന്നിട്ടില്ല. ഷർമി സിസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രീഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷീ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, എസ്തർ സിസ്റ്റർ. ഇനി ആരെങ്കിലും സെൽ ലീഡേഴ്സിനെ വിട്ടുപോയോ? ഞാൻ ഈ സൈഡിൽ ഒന്ന് കൈ പൊക്കിയായിരുന്നെങ്കിൽ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ വി സീ ടു തിങ്സ്. വൺ ഈസ് ഗോഡ്ലി സോറോ ആൻഡ് ദ സോറോ ഓഫ് ദ വേൾഡ്. അപ്പോൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബെറ്റർ വി ജസ്റ്റ് റെഡ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഓഫ് ദ ചാപ്റ്റർ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ലൈക്ക് പോൾ ഈസ് റിട്ടേൺ എ ലെറ്റർ to the Corinthians to rebuke them. In this letter, it is a rebuking them. And the parna, they gave an opportunity for a person or a group of person to talk against Paul. Is he really an apostle? Is he has the authority to talk? Apo Paul had written a letter to rebuke them, and he was waiting to see their reaction. Apo അവിടെ ഈ കൊറിന്ത്യൻസ് they took that letter in a repentive way. They really repented. What they said was wrong. അപ്പോൾ in life also, though we have repented and accepted Jesus Christ, we have not become perfect over there. നമ്മുടെ ജീവിതത്തിൽ there's lots of impediments, and God can speak to us through pastors, to the Bible, and anyway. But we have to submit when God is speaking and be ready to repent ourselves. And we took the example of David. When he took the census, at that time, he repented that he shouldn't have done that. And he submitted himself in the hands of God. So what God is going to do, he will repent himself. That is what we spoke. So, Mr. Yeah. Praise the Lord. We discussed about the repentance. Actually, we got this message, the verse, very quite late because our leader was on holiday. So we couldn't discuss on this particular verse, but we were reflecting on the sermon. And repentance is like we are not always depending on things, but we should on daily basis, because we fail on daily basis. The second thing is, how do we know that we have to repent on something? Sometimes it is very, we know about the generic sins, but we don't realize that something we are doing is paining God. So these things can be only revealed by the Holy Spirit. For that, we have to submit to God. So that he can reveal us what is our mistakes and we can repent. And the third thing we discussed about is Jesus did not speak to those two individuals because they refused to repent. So these are the three things we discussed. Thank you. Jacob brother. ഇവിടെ മൈക്കുണ്ടോ? പ്രൈസ് ഗോഡ്. ശരിക്കും ഇത് മോനച്ചനങ്കിളിൻ്റെ ചാൻസാണ്, അത് എനിക്ക് വീണതാണ്. We discussed the verse and the question that pastor has put forth.
there is one thing also in NKJV which is saying, for godly sorrow produces repentance leading to salvation, not to be regretted, but the sorrow of the world produces death. എല്ലാവരും ബൈബിളിൽ നിന്നുള്ള ചില എക്സാമ്പിൾസ് എടുത്ത് സംസാരിച്ചു. കിങ് ഡേവിഡ് അങ്ങനെ തുടങ്ങിയുള്ള പലരുടെയും പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉള്ള ആ ഒരു അനുഭവം. പിന്നെ അതുകൂടാതെ തന്നെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ട് വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ഹാഡ് ചേഞ്ച്ഡ് യുവർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ള ഒരു പോയിന്റും എല്ലാവരും സംസാരിച്ചു. Some examples, actually I put some example, others have different situations that they had in their lives. End of the day, I think it was all agreed that we all need to make sure in our lives, on our daily lives, how we can reflect on the word of God and the point of repentance that will make a change to everyone, for yourself as well as for others around you. That was it. Amen. Praise God. Wonderful discussions. Amen. I'm impressed. Praise God. Actually, this is a very tough verse. നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ വി വുഡൻറ്റ് നോ വാട്ട് ഇറ്റ് മീൻസ്. ആരാ ഉള്ളേ? സോറി, അബുദാബി. I forgot. Praise God. I'll be lying if I say anything because I never had one. That is true repentance. Thank you. Practical repentance. Amen. So 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മളത് വായിക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ നമുക്ക് തോന്നും. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ആമേൻ. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ദുഃഖം നമുക്ക് കാണാം, അല്ലേ? ഒന്ന് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. ആമേൻ. 2 ലോകത്തിൻ്റെ ദുഃഖം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോഡ്ലി സോറോ ആൻഡ് വേൾഡ്ലി സോറോ? നമുക്ക് ഒരു കാര്യം ചെയ്തു പോയാൽ, നമ്മളൊരു തെറ്റ് ചെയ്തു പോയാൽ 2 വിധത്തിൽ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാകും, അല്ലേ? ഒന്ന്, ഞാൻ ചെയ്തു പോയത് തെറ്റിപ്പോയി, അത് കാരണം എനിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും, അല്ലേ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കും എന്നുള്ള ഒരു ദുഃഖം. ആമേൻ. ഞാൻ ചെയ്തത് തെറ്റിപ്പോയി. ഇവിടെ പലരും പറഞ്ഞു യൂദാസ്, അല്ലേ? യൂദാസിൻ്റെ ദുഃഖം എന്തായിരുന്നു? യൂദാസ് വിചാരിച്ചു ഈ കാശ് വാങ്ങിച്ച് പോക്കറ്റിലിടാം, യേശുക്രിസ്തു എങ്ങനെയും രക്ഷപ്പെട്ട് പൊക്കോളൂ എന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷേ യേശുക്രിസ്തുവിനെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവന് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, വേണ്ടായിരുന്നു എന്നൊരു ചിന്ത അവൻ്റെ അകത്ത് ഉളവായി. അത് അവന് വരാൻ പോകുന്ന ഭവിഷ്യത്തോർത്തുള്ള ദുഃഖമാണ്, അല്ലേ? ഇത്രയും നാൾ യേശുവിൻ്റെ കൂടെ സുഖമായിട്ട് ഫ്രണ്ട് സീറ്റിലിരുന്ന് മുൻനിരയിലിരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടിരുന്നു. പണസഞ്ചി എൻ്റെ കയ്യിലായിരുന്നു. ആമേൻ. ഇനി അതൊന്നും കിട്ടത്തില്ലല്ലോ, ഇനി അതൊന്നും എനിക്കില്ലല്ലോ എന്നോർത്തുള്ള ദുഃഖമാണ്. ആമേൻ. എൻ്റെ പൊസിഷൻ പോയി, എനിക്ക് കിട്ടാമായിരുന്ന സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖമാണ് യൂദാസിൻ്റെ ദുഃഖം. ആമേൻ. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യം, എൻ്റെ തെറ്റ് കാരണം ദൈവത്തിന് ദുഃഖം ഉണ്ടായി. ആമേൻ. ദൈവത്തിന് വിഷമം ഉണ്ടായി. ഐ ഹാവ് ഒഫൻഡഡ് ഗോഡ്. ഞാൻ ദൈവത്തോടാണ് തെറ്റ് ചെയ്തത്. ആമേൻ. ദൈവത്തിന് വിഷമമായല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമായി. ആമേൻ. I am sorrowful because God is sad with what I have done.
ദാറ്റ് ഈസ് ഗോഡ്ലി സോറോ. ആമേൻ. അപ്പോൾ ഗോഡ്ലി സോറോ എന്തുണ്ടാക്കും? ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ അത് നമുക്ക് മാനസാന്തരം വരുത്തും. ദൈവഹിതപ്രകാരമല്ലാത്ത ലോകത്തിൻ്റെ ദുഃഖമാണെങ്കിൽ ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് ഡെത്ത്. അല്ലേ? അതാണ് യൂദയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. പത്രോസ് എന്തോ ചെയ്തു? പത്രോസ് തള്ളിപ്പറഞ്ഞു. പത്രോസ് അനുദപിച്ച് ദൈവത്തിങ്കലേക്ക് തിരികെ വന്നു. And he got forgiveness. അവനെയാണ് കർത്താവ് സഭ ഏൽപ്പിച്ചു കൊടുത്തത്. എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞത്. ആമേൻ. അപ്പോൾ ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ that turns you towards God. If it is the worldly sorrow, that turns you to death. Amen. You know, you see a lot of people committing suicide. Why do they commit suicide? അവരും ചില ചിലപ്പോൾ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് പോയി കെട്ടി ഞാൻ ചത്തു കളയുന്നത്. Why do they do that? Because they have the worldly sorrow. Amen. അപ്പോൾ ഈ വാക്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പിന്നെ യൂസ് ചെയ്തേക്കുന്ന വേർഡ് റിപ്പൻ്റ് എന്നാണ്. മോനെ അതൊന്നിടാമോ? രണ്ട് കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, For though I made you sorry with the letter, I do not repent. Though I did repent, for I perceive that the same epistle has made you sorry, though it were for a season. Now I rejoice, not that you were made sorry, but that you sorrowed to repentance. For you were made sorry after a godly manner, that you might receive damage by us in nothing. For godly sorrow works repentance to salvation, not to be repented of, but sorrow of the world works death. ഇവിടെ ഈ റിപ്പൻറ്റ് എന്ന പദം ഈ രണ്ട് വാക്യങ്ങളിൽ തന്നെ റിപ്പൻറ്റ് എന്ന പദത്തിന് ഗ്രീക്കിൽ വേറെ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ റിപ്പൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. എന്തായിരുന്നു? മെറ്റനോയ. ഞാൻ പിള്ളേർക്ക് ഇമ്പോസിഷൻ ഇടുന്ന പോലെ ഇമ്പോസിഷൻ ഇടേണ്ടി വരും. റൈറ്റ് ഇറ്റ് ഡൗൺ, ഡോണ്ട് ഫർഗെറ്റ് ദിസ് വേർഡ്. ഓക്കെ, മെറ്റനോയ, റിപ്പൻറ്റൻസ്. ആമേൻ. ഒന്നാമത്തെ പദം ഇറ്റ് ഇസ് മെറ്റനോയ. അപ്പോൾ നമ്മളിവിടെ വായിച്ചാൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ബട്ട് നൗ ഐ റിജോയ്സ് നോട്ട് ദാറ്റ് യു വർ മെയ്ഡ് സോറി, ബട്ട് ദാറ്റ് യു സോറോ ടു റിപ്പൻറ്റൻസ്. ദാറ്റ് ഈസ് എ വേർഡ് മെറ്റനോയ. മെറ്റനോയയുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു, ചേഞ്ച് ഇൻ മൈൻഡ്, ചേഞ്ച് ഓഫ് മൈൻഡ്, അല്ലേ? ഇറ്റ്സ് എ റിവേഴ്സൽ ഓഫ് എ ഡിസിഷൻ. ദാറ്റ് ഈസ് മെറ്റനോയ. ആമേൻ. വേറൊരു റിപ്പൻറ്റ് അവിടെ കാണുന്നുണ്ട്. ആ റിപ്പൻറ്റിൻ്റെ ഗ്രീക്ക് പദമാണ് മെറ്റമെല്ലമായി. മെറ്റമെല്ലമായി. ഓക്കെ. അപ്പോൾ അവിടെ For though I made you sorry with a letter, I do not repent. ആക്ച്വലി അവിടെ റിപ്പൻ്റ് എന്നല്ല വരുന്നത്. അവിടെ മെറ്റമെല്ലമായി മീൻസ് റിഗ്രറ്റ്, അല്ലെങ്കിൽ സോറി, ഐ ഫീൽ സോറി, അല്ലെങ്കിൽ ഐ ഫീൽ ബാഡ്. Are you getting me? മെറ്റനോയ എന്ന് പറഞ്ഞാൽ there is a change of mind. ഒരു മാനസാന്തരമുണ്ട്. there is a change of the decision. മെറ്റമെല്ലമായി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് മോശമായിപ്പോയി, തെറ്റിപ്പോയി എന്നൊരു ചിന്ത. ആമേൻ. ഐ ഫീൽ ബാഡ്. അവിടെ ചേഞ്ച് ഓഫ് മൈൻഡ് ഒന്നുമില്ല, ജസ്റ്റ് ഐ ഫീൽ ബാഡ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. സോ പൗലോസ് പറയുന്നത്, ഞാൻ ആദ്യം ഇത് എഴുതിയപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, നിങ്ങൾക്കിത് ദുഃഖം ഉണ്ടാക്കുമെന്ന്, നിങ്ങളിത് വേദനിക്കുമെന്ന്.
പക്ഷെ ഇപ്പം എനിക്ക് ആ ദുഃഖമില്ല, ഇപ്പം എനിക്ക് ആ വിഷമമില്ല. കാരണം നിങ്ങൾ മാനസാന്തരപ്പെട്ടു. നിങ്ങളിലുണ്ടായ ആ ദൈവികമായ ദുഃഖം നിങ്ങളിൽ യഥാർത്ഥമായ മെറ്റനോയ കൊണ്ടുവന്നു. ആമേൻ. അപ്പോൾ എന്താണ് മെറ്റനോയ? മെറ്റനോയ മീൻസ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് മൈൻഡ്, അല്ലേ? യൂദയ്ക്ക് ചേഞ്ച് ഓഫ് മൈൻഡ് ഉണ്ടായില്ല. നമ്മൾ ആ അടുത്ത വാക്യം എന്നിട്ട് ദ നെക്സ്റ്റ് സ്ലൈഡ്. മത്തായി 27:3 then Judas which had betrayed him when he said that he was condemned, he repented. ഏത് റിപ്പൻറ്റൻസ് ആണ്? മെറ്റനോയ അല്ല, മെല്ലമായി. എന്താണ്? he just felt bad. Amen. So if your repentance is true, there has to be a change. There has to be a change in your action. You need to see a difference. Amen. Can you go back? Previous slide. See, Paulus is saying, for I perceive that the same epistle which made you sorry, he's saying, I am seeing something, I perceive something. എന്ന് ഞാൻ കാണുകയാണ്. See, ഞാൻ എഴുതിയ ലേഖനം കൊണ്ട് നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടായി എന്ന് ഞാൻ കാണുകയാണ്. So if it is a true repentance, there is something to be seen. Amen. ചിലരൊക്കെ ഒരു കാര്യം തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പം കരയും, അല്ലേ? അപ്പം യൂദാസ് ഒത്തിരി കരഞ്ഞു കാണും കർത്താവിനെ തള്ളി പറഞ്ഞതിൽ. പക്ഷെ അവൻ്റെ യഥാർത്ഥ മാനസാന്തരമില്ലായിരുന്നു. ഒത്തിരി കരഞ്ഞു കാണും. അപ്പോൾ ഈ കരയുന്നതിൻ്റെ അർത്ഥം മാനസാന്തരം വന്നെന്നല്ല. കരഞ്ഞുകൊണ്ട് മാനസാന്തരം വരത്തില്ല. മാനസാന്തരം വരണമെങ്കിൽ യു ഹാവ് ടു സീ എ ചേഞ്ച്. ആർ യു വിത്ത് മീ? ഒരു വ്യത്യാസം കാണണം. അല്ലാതെ അയ്യോ സോറി, നമ്മളിപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന സോറി, അല്ലേ? സോറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ് ഹാസ് ടു ബി സീൻ, ഹാസ് ടു ബി ഒബ്സർവ്ഡ്, has to be proved, അല്ലേ? And അവസാനത്തെ വാക്യം verse 10, no not that, അതിൻ്റെ 11ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. You have to approve that you have truly repented. Hallelujah. This is true repentance. അതിനെക്കുറിച്ചൊരു 7 കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഒരു 7 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതിൻ്റെ 11ാമത്തെ വാക്യം നിട്ടമനെ 2 Corinthians 7:11. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. എന്ത് ചെയ്തു? ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. ഹലോ. അപ്പൊ യഥാർത്ഥമായ മാനസാന്തരം വന്നെങ്കിൽ ചിലതൊക്കെ കാണണം. അല്ലാതെ ആ സോറി എന്ന് പറഞ്ഞിട്ട് പോയാൽ അയ്യോ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാനസാന്തരമായില്ല. യു നീഡ് ടു സീ, അതർ പീപ്പിൾ ഹാവ് ടു സീ ദാറ്റ് ദർ ഈസ് എ ചേഞ്ച് ഇൻ യു. ദാറ്റ് ഈസ് ട്രൂ റിപ്പൻറ്റൻസ്. അവിടെ 7 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. അവൻ അവരെ കുറിച്ച് ചിന്തിക്കും. അവരോട് പറയുന്നത് എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം. എന്നാ? What is all this? What is he talking about? Amen. പൗലോസ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു എഴുത്തെഴുതിയപ്പോൾ നിങ്ങൾ ദുഃഖിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ടു. when I look at you, എത്ര ഉത്സാഹമായിരുന്നു. Amen. You were quick to repent. നമുക്കറിയാം
1 കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസ് ആദ്യത്തെ ലേഖനം എഴുതുമ്പോൾ ആ കൊരിന്ത്യ സഭയിൽ ഒരു വലിയ മ്ലേച്ഛത നടക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ, രണ്ടാം ഭാര്യയെ തൻ്റെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? Why don't you kick him out of the church? ആമേൻ. ഇത് പൗലോസ് എഴുതിയപ്പോൾ തന്നെ, പൗലോസ് 2-ാമത്തെ ലേഖനത്തിൽ പറയുകയാണ്, ഞാനിത് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾ എത്ര ഉത്സാഹത്തോടെ, how quick were you to repent? Repentance have to be quick. ആമേൻ. മാനസാന്തരത്തിനകത്ത് ഒരു 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 ധൃതി വേണം. ആമേൻ. Repentance cannot be slow. When you are convicted, you have to repent immediately. Amen. അവൾ പറയാറില്ല, delayed obedience is disobedience. Amen. You have to be quick to repent. രണ്ടാമത് പറയുന്നു, എത്ര പ്രതിവാദം. റൈറ്റ്? ഇംഗ്ലീഷിൽ what clearing of yourself. What clearing of yourself? Clearing എന്ന പദത്തിൻ്റെ ഗ്രീക്ക് പദം, ഇറ്റ് ഈസ് ദ വേർഡ് അപ്പോളജിയ. അപ്പോളജിയ എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ അപ്പോളജി എന്ന പദം വരുന്നത്. ആമേൻ. വാട്ട് ക്ലിയറിംഗ് ഓഫ് യുവർ സെൽഫ്? യു അപ്പോളജൈസ്ഡ്. ആമേൻ. യു ആർ ക്വിക്ക് ടു റിപ്പന്റ്, യു അപ്പോളജൈസ്ഡ്. ആമേൻ. എന്താ ഒരു നല്ല അപ്പോളജി? തെറ്റുപറ്റിപ്പോയാൽ സോറി എന്ന് പറയുന്നതാണ് അപ്പോളജി. A good apology should have an expression of regret. പറ്റിപ്പോയി എന്ന് സമ്മതിക്കണം. 2, എൻ്റെ പ്രവൃത്തി കാരണം മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടായി, അതവരെ വേദനിപ്പിച്ചു, അതവരെ ഹേർട്ട് ചെയ്തു എന്ന് സമ്മതിക്കണം. 3, take full responsibility. I'm talking about a good apology. Take full responsibility of what has happened. അല്ലാതെ ആദത്തിന് അവയം പോലെ നീ തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. സ്ത്രീ പറഞ്ഞു, പാമ്പ് പറഞ്ഞ് ഞാൻ കഴിച്ചു. Take responsibility. Amen. Offer to make right what was wrong. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിപ്പോയി, അത് ശരിയാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. റിക്വസ്റ്റ് ഫോർ ഫോർഗിവ്നെസ്, ക്ഷമ ചോദിക്കുക. ആൻഡ് ദെൻ there has to be a change in your action. ആമേൻ. പിന്നെ അത് വരാതിരിക്കാൻ തക്കവണ്ണം ഞാൻ മാറണം. ദാറ്റ് ഈസ് എ ഗുഡ് അപ്പോളജി. ഓക്കെ. അപ്പോൾ ഒന്നാമതായിട്ട് എത്ര ഉത്സാഹം, യു വർ ക്വിക്ക്. രണ്ടാമതായിട്ട് എത്ര പ്രതിവാദം, യു അപ്പോളജൈസ്ഡ്. യു ഡിഡ് ഓൾ ഓഫ് ദീസ്. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, പക്ഷെ നിങ്ങൾ അതിനെല്ലാം ക്ലിയർ ചെയ്തു. മൂന്നാമത് അവിടെ പറയുന്നു, എത്ര നീരസം, ഇൻഡിഗ്നേഷൻ. എത്ര നീരസം. എന്തിനോട് നീരസം? പാപത്തോട് നീരസം. ആമേൻ. ആ പാപത്തോടുള്ള വെറുപ്പ്, ഇഷ്ടമില്ലായ്മ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വെറുക്കാത്ത ഒരു പാപത്തെ ഒരിക്കലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. You can never get rid of a sin that you don't hate. If you love the sin that you're doing, you can never get rid of it. Amen. കൊരിന്ത്യ സഭയിലെ ആളുകളോട് ലേഖനം എഴുതി, they started hating that sin. എത്ര നീരസം, എത്ര ഭയം, ഫിയർ ഓഫ് ഗാഡ്. ആ ദൈവ ഭയത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. എന്തുകൊണ്ടാണ് യോസഫ് പോത്തിഫറിന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഓടിപ്പോയത്? Why did he run? Because he feared God. എത്ര ഭയം. Then എത്ര വാഞ്ച,
എന്തിൻ്റെ വാഞ്ചയാ? ഇറ്റ്സ് എ വെഹമെന്റ് ഡിസയർ. ഡിസയർ ഫോർ വാട്ട്? ഡിസയർ ടു പ്ലീസ് ഗാഡ്. ആമേൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വിൻഡിക്കേഷൻ, പ്രതികാരം. ചെയ്തതിന് പകരം, ഞാൻ ചെയ്തു പോയ തെറ്റ് അത് ശരിയാക്കാൻ ഉള്ള ഉറച്ച തീരുമാനം. യഥാർത്ഥ മാനസാന്തരത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ കാണണം. ആമേൻ. ഇത്രയും കാര്യങ്ങൾ കാണണം. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കാണണം. ദാറ്റ് ഈസ് ട്രൂ റിപ്പൻറ്റൻസ്. എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര ബിഫോർ ദാറ്റ് എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം. ഉത്സാഹമുണ്ടോ മാനസാന്തരപ്പെടാൻ? ആമേൻ. ഉത്സാഹമുണ്ടോ? Are you quick to repent? പ്രതിവാദമുണ്ടോ? Are you ready to apologize, to clear yourself? നീരസമുണ്ടോ ആ പാപത്തോട്? ഭയമുണ്ടോ ദൈവത്തെ? പ്രതികാരമുണ്ടോ ഞാൻ ചെയ്തത് ശരിയാക്കുമെന്ന്? Amen. If you do that, it can be said that you have truly repented. Amen. And this is a right time to truly repent. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യ ജീവനെ കൊയ്യും. കർത്താവിന് നമ്മോട് പറയാനുള്ളത്, റിപ്പന്റ് ആൻഡ് ടേൺ ബാക്ക് ടു ഗാഡ്. ഹല്ലേലൂയ. Repent and turn back to God. If you're doing something, continuously doing something God is telling not to do, stop and turn back. Make it right. Amen. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. Hallelujah. So this, I know there is no sound. If you are reflecting yourself, good. And I don't know how many of you got this, but this is so important. You want to see the glory of God? You need to repent. God is not obliged to speak to anyone who does not repent. ചിലരൊക്കെ പറയാറുണ്ട്, കർത്താവ് എന്നോടൊന്നും സംസാരിക്കുന്നില്ല. I'm going through a lot of things for a long time. ഒന്നും നടക്കുന്നില്ല, ദൈവം അനങ്ങുന്നില്ല. You want to hear the voice of God? Repent. Repent. യഥാർത്ഥമായ ഒരു മാനസാന്തരം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. You can't see the hand of God working for you. You cannot see the glory of God. Amen. So I submit to you, repent and turn back. And let us see the difference. Amen. It may be in family. It may be in church. It may be in your office. നിങ്ങളുടെ ദിനം തോറുമുള്ള കൊടുക്കൽ വാങ്ങലിലായിരിക്കാം. Let us see that difference. Let people say, I see a change in you. I see a difference. Let them ask you, what brought this difference to you?
And then he can say, I have repented truly. Metanoia. Amen? Not metamelamai, metanoia. യഥാർത്ഥമായ മാനസാന്തരം. ഹല്ലേലൂയ. നമ്മളിന്ന് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കൈനീട്ടാൻ പോവുകയാണ്. Let us submit ourselves in the hands of God. Lord, I come before you. I offer myself. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, വന്നുപോയ കുറവുകൾ, അങ്ങയുടെ ഹിതത്തിന് വിരോധമായി വന്നുപോയ പോരായ്മകൾ, അതൊക്കെയും ഞാൻ ഏറ്റുപറയുന്നു. And I take a decision to make that right. I want to turn back. ഉത്സാഹത്തോടെ, പ്രതിവാദത്തോടെ, എരിവോടെ, നീരസത്തോടെ, ഭയത്തോടെ, വാഞ്ചയോടെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. This is a correction time. ആമേൻ. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. And he does it through the word. ദൈവവചനത്തിലൂടെയാണ് കർത്താവ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്. And this is the correction time. നമ്മളെ തന്നെ ദൈവകരങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. Lord, we come before you. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നല്ല പകലിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ കൽപ്പന മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക. കർത്താവേ, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളിൽ 5 സഭകളോട് അങ്ങയുടെ കൽപ്പന മാനസാന്തരപ്പെടുക. Lord, we thank you for speaking to us, to our church today, Lord. കർത്താവേ, ഞങ്ങളെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. We repent. We metanoia. We change our mind. We reverse our decisions. We change our personality. We want to be like you. അങ്ങേ പോലെ ഞങ്ങൾക്കായി തീരണം. അങ്ങേ ഞങ്ങൾക്ക് പിന്തുടരണം. അങ്ങേ ഞങ്ങൾക്ക് പ്രസാദിപ്പിക്കണം. പാപത്തോട് വെറുപ്പ് ഉള്ളവരായി, പാപത്തെ വിട്ടോടുന്നവരായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാറണം. അങ്ങയുടെ സന്നിധിയിൽ ഉത്സാഹത്തോടെ ഞങ്ങൾക്ക് നിൽക്കണം. Lord, I thank you. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തെ അങ്ങയിലേക്ക് തിരിക്കുമ്പോൾ അങ്ങ് അവരോട് ഹൃദ്യമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. You are our God. അങ്ങാണ് ഞങ്ങളുടെ ദൈവം. അങ്ങാണ് ഞങ്ങളുടെ ഉടയവൻ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജനത്തെ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ ഹൃദയങ്ങളോട് അങ്ങ് ഇടപെടണം. കർത്താവ്, ഒരു യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, അങ്ങയുടെ മഹത്വത്തെ അവരോരോരുത്തരും ദർശിക്കുവാൻ, അത് അനുഭവിക്കുവാൻ അവർക്കിടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.